ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗ് ഒരിക്കലൂടി സ്വാഗതം ചെയ്യുകയാണ്. എന്റെ മക്കളെ, +1 ഫിസിക്സിലെ മുഴുവൻ ഗ്രാഫ് നമ്മൾ ഡീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന എല്ലാ ലൈവുകളിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും വേണം. അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്, റെഡി, കമോൺ. സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. മോഷൻ സ്ട്രേറ്റ് ലൈൻ ആണ്. മോഷൻ സ്ട്രേറ്റ് ലൈനകത്തെ ഗ്രാഫ് നമുക്കറിയാം. പൊസിഷൻ ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ഗ്രാഫ് ഉണ്ട്, ആക്സിലറേഷൻ ഗ്രാഫ് ഉണ്ട്. ഓരോ ഗ്രാഫ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം പൊസിഷൻ ഗ്രാഫ് ആണ്. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസ്റ്റിലാണ് ബോഡി എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും, പൊസിഷൻ മാറത്തില്ല. സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എന്തായിരിക്കും? ടൈം ആക്സിസ് ആയിരിക്കും. അടുത്ത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് എന്തായിരിക്കും മക്കളെ? ടൈം ആക്സിസ് ആണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ആണ്. ഈ ഗ്രാഫിന്റെ ഏരിയ നമുക്ക് വേണ്ട, നമുക്ക് സ്ലോപ്പ് മാത്രം മതി. റെഡി അല്ലേടാ? അപ്പൊ പോസിറ്റീവ് വെലോസിറ്റി ആണ് ഇങ്ങനെ ആയിരിക്കും. നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ വരും. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഓർത്താൽ മതി. അടുത്തതാ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. രണ്ടും ഒരേ ഗ്രാഫ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് യൂണിഫോം റീറ്റാർഡേഷൻ ആണെങ്കിലോ ഗ്രാഫിന്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. രണ്ടും ഒരേ ഷേപ്പ് തന്നെയാണ്. ഇതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രം സാർ വരച്ചിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഒരു ഗ്രാഫിന്റെ പൊസിഷൻ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെലോസിറ്റി ആയിരിക്കും. ഇതിന് അടുത്തത് വെലോസിറ്റി ഗ്രാഫ് ആണ്. ബോഡി റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കേണ്ട, കാരണം നമുക്കറിയാം ബോഡി റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇതിന് അടുത്തിലോട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നു. യെസ്, അടുത്ത എന്താണ് മക്കളെ? വെലോസിറ്റി ഗ്രാഫ് ആണ്. യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിന് അടുത്തത് എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. നമുക്കറിയാം ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് ആയിരിക്കും ഗ്രാഫ് കിട്ടുന്നത്. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ ആണ്. ഈ ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോ മക്കളെ? ഏരിയ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആക്സിലറേഷൻ ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഇനി ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെ വരും. നെഗറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ട് താഴോട്ടേക്കായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ പഠിക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. പഠിക്കണം. വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും കേട്ടോ. ഇതിന് അടുത്ത ഗ്രാഫ് നോക്കിയോ മക്കളെ? ഇവിടെ ഒരു ഒബ്ജക്ട് യു എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ യൂണിഫോം ആക്സിലറേഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ ഗ്രാഫാണ് കാണുന്നത്. അപ്പൊ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി V0 അല്ലെങ്കിൽ എന്താണ്? U ആണ്. ബോഡി യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സ്ട്രേറ്റ് ലൈൻ കിട്ടും. സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് എന്തായിരിക്കും? ടൈം ആക്സിസ് ആയിരിക്കും. റെഡി അല്ലേടാ മക്കളെ? ഇത് വെച്ചാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈമും പൊസിഷൻ ടൈമും അതേപോലെ തന്നെ വെലോസിറ്റി ടൈം, പൊസിഷൻ ടൈം, പിന്നെ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇതിനടുത്ത് ഒരു ഒബ്ജക്റ്റ് എന്താണ് മക്കളെ? ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ഡയറക്ഷനിലാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. നമുക്ക് നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ്. ഓക്കെ അല്ലടാ? അപ്പൊ ഇനിഷ്യൽ ഒരു ബോഡി ബ്രേക്ക് പിടിക്കുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം വെലോസിറ്റി എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കുറഞ്ഞു വരും. ഓക്കെ അല്ലെ? ആ ഗ്രാഫാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കണം ബോഡി മൂവ് ചെയ്യേണ്ടത്. ഇതിനടുത്ത് an object moving with നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ എങ്ങനെ ഗ്രാഫ് വരുന്നത് നോക്കിയാൽ നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് വെലോസിറ്റി വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതായത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസ് എടുത്താൽ മതി. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസ് എടുത്താൽ നമുക്കറിയാം വെലോസിറ്റി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സിമ്പിൾ ഗ്രാഫാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഗ്രാഫുകളാണ്. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കേണ്ട ഗ്രാഫാണ്. അടുത്തത് എടാ മക്കളെ, ഒരു ബോഡിനെ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ താഴോട്ട് വീഴുന്നു. അപ്പൊ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു 0 ആയും താഴോട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചാണ് നെഗറ്റീവ് വെലോസിറ്റി ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ. ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇത് അപ്വേർഡ് മോഷന്റെ ഗ്രാഫ്, ഇത് ഡൗൺവേർഡ് മോഷന്റെ ഗ്രാഫാണ്. അപ്വേർഡ് മാത്രം ചോദിച്ചാൽ ഇത് വരയ്ക്കുക. ഡൗൺവേർഡ് മാത്രം ചോദിച്ചാൽ, ഫ്രീലി ഫാളിംഗ് ചോദിച്ചാൽ ഇത് മാത്രം വരച്ചു നോക്കുക. റെഡി അല്ലേടാ മക്കളെ? അടുത്തത് അതിന്റെ തന്നെ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊസിഷൻ ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് നോക്കിയടാ? യെസ്, താഴോട്ടേക്ക് വരികയാണ്. നോക്കിക്കേ, നമുക്കറിയാം നമ്മൾ ഇങ്ങനെ വരക്കത്തില്ലേ? യെസ്, ആക്സിലറേഷൻ വരക്കത്തില്ലേ? യൂണിഫോം ആക്സിലറേഷൻ. താഴോട്ടേക്ക് യൂണിഫോം ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ട ഗ്രാഫ് നേരെ തലത്തിൽ ഇങ്ങോട്ടേക്ക് വരും. അത്രേ ഉള്ളൂ. വേറെ താഴോട്ടേക്കല്ലേ വീഴുന്നത്. അപ്പോൾ നോക്കിയേ,
മുകളിൽ 0, -10, -20, -30 താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ആണ്. റെക്ടാങ്കുലർ റെസൊല്യൂഷൻ ഒരു ഗ്രാഫ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം, ഒരു എക്സ് കമ്പോണന്റും ഒരു വൈ കമ്പോണന്റും. ഓക്കെ, എ എക്സ് ഐ ക്യാപ്പും എ വൈ എന്താണ് ജെ ക്യാപ്പും. റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ആണ്. ഒരു എ എന്ന് പറയുന്ന വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ആക്കി എ എക്സ് ഐ ക്യാപ്പ് എ വൈ ജെ ക്യാപ്പ്. ഇതിന് ഈ രീതിയിൽ എഴുതാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിനെ നമുക്കറിയാം എ കോസ് തീറ്റ എന്നും ഇതിനെ നമുക്ക് എ സൈൻ തീറ്റ എന്നും വിളിക്കാം. റെഡി അല്ലടാ? അടുത്തത് ഇത് പ്രൊജക്ടൈൽ മോഷന്റെ ഗ്രാഫ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൊജക്ടൈൽ മോഷന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. യെസ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും ഇത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും എന്താണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം അതൊരു പരാബോളിക് കർവ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനകത്ത് ഇനിഷ്യൽ വെലോസിറ്റി ആണ് യു. അപ്പൊ അതിന് രണ്ട് കമ്പോണന്റ് ആക്കി യു കോസ് തീറ്റ ആണ് ഹൊറിസോണ്ടൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, യു സൈൻ തീറ്റ ആണ് വെർട്ടിക്കൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. യു കോസ് തീറ്റ ഒരിക്കലും മാറൂല. റെഡി അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ ആൻഡ് ദിസ് ഈസ് ദ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ. റെഡി അല്ലേ മക്കളെ? ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് എല്ലാവരും പഠിച്ചു വെക്കുക. ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫോഴ്സിന് ടൈം. എന്താണ് ഫോഴ്സിന് ടൈം? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ആണ് ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ. ഇമ്പൾസ് ആണ് കേട്ടോ. അടുത്തത് എന്റെ മക്കളെ നോക്കണം, അടുത്തൊരു ഗ്രാഫ് നോക്കിയേ. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഒരു ബോഡിയിൽ എം മാസുള്ള ബോഡിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫൈൻഡ് എ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദി പാർട്ടിക്കിൾ ഓവർ ദ ടൈം ഇന്റർവെൽ 0 to 10 സെക്കൻഡ്. 0 to 10 സെക്കൻഡ് വരെയുള്ള ആ ബോഡിയുടെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സിമ്പിൾ ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയയാണ് നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ ഏരിയ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതെന്താണ് മക്കളെ? ഇതൊരു ട്രപ്പീസിയം അല്ലേ? രണ്ട് പാരൽസ് ആണ്, ട്രപ്പീസിയം ആണ്. ട്രപ്പീസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് എത്ര മക്കളെ? 10 ആണ്. ഇതാണ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു അല്ലെങ്കിൽ എ ഇൻറ്റു ബി. ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 10 ആണ്. ഇനി എ പ്ലസ് ബി ഇൻറ്റു എച്ച്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. എച്ച് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ഇത് എത്രയാണ് മക്കൾ? ഇത് 5 തന്നെയാണ്. അപ്പൊ 5 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? യെസ്, 15 ഗുണം 5/2 കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസർ കിലോഗ്രാം മീറ്റർ പെർ എന്തായിരിക്കും? സെക്കൻഡ് ആണ്. ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇമ്പൾസിന്റെ, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് എന്നും പറയാം, ഓർ ന്യൂട്ടൺ സെക്കൻഡ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പോയാലോ? യെസ്, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ നമുക്കറിയാം വർക്കാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ മക്കളെ പഠിച്ചു വെച്ചോ. എന്താണ്? വർക്കാണ്. ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വർക്കല്ലേടാ? വർക്കാണ്. അടുത്തത് ഇതെന്താണ്? നമ്മുടെ സ്പ്രിങ്ങിന്റെ ഗ്രാഫാണ്. സ്പ്രിങ്ങിന്റെ ഗ്രാഫാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം F = -kx ആണ്. F = -kx ആണ്. ആ ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, നെഗറ്റീവ് ഡാഷിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഏരിയ എടുത്താൽ എനർജി സ്റ്റോറിന് സ്പ്രിങ് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒന്ന് പഠിച്ചു വെച്ചോണേ. ഇനി സ്പ്രിങ്ങിന്റെ തന്നെ എനർജി ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സ്പ്രിങ്ങിനകത്ത് 2 എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഈ സാധനം വരച്ചിരിക്കുന്നത് എന്താ മക്കളെ? ഇത് പൊട്ടൻഷ്യൽ എനർജി ആണ്. ദിസ് ഈസ് കൈനറ്റിക് എനർജി. അറ്റ് മീൻ പൊസിഷൻ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി 0. അറ്റ് എക്സ്ട്രീം പൊസിഷൻ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആണ്. അതാണ് ഗ്രാഫ്. ഇനി ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ എന്താണ് മക്കളെ? എനർജി ഗ്രാഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രീലി ഫാളിംഗ് ബോഡി ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ഹൈറ്റ് 0 ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും മക്കളെ? കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹൈറ്റ് 0 മീൻസ് ഏറ്റവും താഴത്തെ പോയിന്റ് ആണ് കേട്ടോ. ഹൈറ്റ് 0 ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ഇനി ഹൈറ്റ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ഗ്രാഫ് ആണ്. അടുത്ത വേരിയേഷൻ ഓഫ് ജി, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഗ്രാഫാണ്. നമുക്കറിയാം ഡെപ്തിലോട്ട് പോകുന്തോറും ഹൈറ്റിലോട്ട് പോകുന്തോറും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയുകയാണ്. നമുക്കറിയാം GD is proportional to എന്താ മക്കളെ? R - D ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് എന്ത് കിട്ടും? ഡെപ്തിന്റെ കേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് ഇൻവേഴ്സിൽ സ്ക്വയർ ആണ് അല്ലേ? R + H ഇത് ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? R മാറുന്നതനുസരിച്ച് ഇതാണ് R എന്ന് പറയുന്നത് കേട്ടോ. ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ, സ്ക്വയർ ഓഫ് ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? ലുക്ക് ലൈക്ക് ദിസ്. ഈ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രാഫ് കിട്ടുന്നത്. ഓർക്കുക, y is proportional to x ആണെങ്കിൽ ഗ്രാഫ് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. y is inversely proportional to x square ആണെങ്കിൽ ഗ്രാഫ് കിട്ടുന്നത് ലുക്ക് ലൈക്ക് ദിസ്. ഈ ഒരു ഗ്രാഫാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. റെഡി അല്ല മക്കളെ? യെസ്, നമുക്കറിയാം നമ്മുടെ
ഇലാസ്റ്റിക് ബിഹേവിയർ അല്ലെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഗ്രാഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഒ എയുടെ പ്രത്യേകത എന്താണ്? ഒ എയിൽ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, എ ടു ബിയുടെ പ്രത്യേകത എന്താണ്? എ ടു ബി പ്രപ്പോർഷണാലിറ്റി കാണിക്കത്തില്ല, ഹുക്സ് ലോ ഒബേ ചെയ്യത്തില്ല. ഒ ടു എ വരെ ഹുക്സ് ലോ ഒബേ ചെയ്യത്തുള്ളൂ, എ ടു ബി വരെ എന്ത് ചെയ്യത്തില്ല? ഹുക്സ് ലോ ഒബേ ചെയ്യത്തില്ല. പക്ഷെ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. ബി എന്ന് പറയുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ്. അത് കഴിഞ്ഞ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. ബി ടു സിയിൽ എന്ത് കാണിക്കും? ഒരു പെർമനന്റ് സെറ്റ് ഓഫ് ഡിഫോർമേഷൻ കാണിക്കും. ദെൻ അതിനുശേഷം സി മുതൽ ഡി വരെ എന്താ പ്രത്യേകത? സി മുതൽ ഡി വരെ ചെറിയ ഒരു സ്ട്രെസ്സിന് വലിയ സ്ട്രെയിൻ കാണിക്കും. ഫോർ എ സ്മോൾ സ്ട്രെസ് ഇറ്റ് ഷോസ് എ ലാർജ് സ്ട്രെയിൻ ആൻഡ് പോയിന്റ് ഡി ഈസ് കാൾഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അവസാനം ഇ എന്ന് പറയുന്ന പോയിന്റ് കൂടെ പഠിച്ചു വെച്ചോൾ. ദ ഫ്രാക്ചർ പോയിന്റ് അവിടെ വെച്ച് മെറ്റീരിയൽ പൊട്ടിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. ഇതിനടുത്ത് ഇലാസ്റ്റോമറിന്റെ ഗ്രാഫും പഠിച്ചോ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഇലാസ്റ്റോമറിന്റെ. ഇലാസ്റ്റോമർ ഹുക്സിൽ ഒബേയത്തില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല. ഫോർ എ സ്മോൾ സ്ട്രെസ് ഇറ്റ് ഷോസ് ലാർജ് സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്, ഇതായിരിക്കും. ഇതിനടുത്ത ടെർമിനൽ വെലോസിറ്റി ഗ്രാഫാണ്. ടെർമിനൽ വെലോസിറ്റി, ഒരു ബോഡി താഴോട്ടേക്ക് ഫ്രീലി ഫാൾ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു മഴത്തുള്ളി താഴോട്ട് വീഴാൻ നേരത്ത് അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ആദ്യം അത് ആക്സിലറേറ്റ് മോഷനിലായിരിക്കും. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത വെലോസിറ്റിക്ക് പിന്നെ മാറ്റം ഉണ്ടാകത്തില്ല. അതാണ് പഠിച്ചിരിക്കുന്നത് വെലോസിറ്റി ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് മഴത്തുള്ളി. റെഡി? അടുത്തത് പി വി ഗ്രാഫാണ്. 4 ഗ്രാഫ് നമ്മൾ ഒരു ഗ്രാഫിൽ വരച്ചിരിക്കുന്നു. പ്രഷർ വോളിയം ഗ്രാഫാണ്. ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഐസോ തെർമൽ ആണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കറിയാം പി വി ഇസ് എ കോൺസ്റ്റന്റ്. അഡയബാറ്റിക് ആണെങ്കിൽ പി വി റൈസ് ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഗ്രാഫ് കുറച്ചുകൂടെ സ്ലോപ്പിൽ വരക്കണം. ദെൻ ഐസോ കോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഈ ഗ്രാഫിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏറ്റവും ഏരിയ കൂടുതൽ ഐസോബാറിക് പ്രോസസ്സിനാണ്. പി വി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പി വി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് വർക്കാണ് അല്ലെങ്കിൽ എനർജിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഐസോബാറിക് പ്രോസസ് ആണ്. അതിനുശേഷം ഏരിയ കൂടുതലുള്ളത് ഐസോ തെർമൽ ആണ്. ഇതിന് അഡയബാറ്റിക് ഐസോ കോറിക്കിന് വർക്ക് ഡൺ 0 ആയിരിക്കും. അപ്പൊ മോർ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഐസോബാറിക് ആണ്. ഇത് W1 എന്നും ഇതിനെ W2 എന്നും ഇതിനെ W3 എന്നും ഇതിനെ W4 എന്ന് വിളിച്ചാൽ മോർ വർക്ക് ഇൻ ഐസോബാറിക്. ദെൻ ഏറ്റവും വർക്ക് കുറവുള്ളത് ആർക്കായിരിക്കും മക്കളെ? ഐസോ കോറിക് പ്രോസസ്സിനായിരിക്കും ഏറ്റവും വർക്ക് ഡൺ കുറവുള്ളത്. ഇതിനടുത്ത പി വി ഡയഗ്രാം, കാർനോട്ട് സൈക്കിളിലെ പി വി ഡയഗ്രാം വരച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, പി വി ഡയഗ്രാം ആണ്. ആദ്യം തന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ, ദെൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ, ദെൻ അടുത്ത എന്താ മക്കളെ? ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഇതൊരു സൈക്ലിക് ഗ്രാഫ് ആണ്, എല്ലാവരും പഠിക്കുക. ഇത് ഐസോതെർമലിന് ഗ്രാഫ് സ്ലോപ്പ് കുറവായിരിക്കും, അഡയബാറ്റിക്കിന് സ്ലോപ്പ് കൂടുതലായിരിക്കും. എക്സ്പാൻഷൻ ആണെങ്കിൽ ഗ്രാഫ് മുന്നോട്ട് പോകും. കംപ്രഷൻ ആണെങ്കിൽ ഗ്രാഫ് അതേപോലെ തന്നെ പുറകിലോട്ട് വരും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ഗ്രാഫാണ്. തെർമോ ഡൈനാമിക്സിനകത്തെ കാർനോട്ട് സൈക്കിൾ ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഗ്രാഫാണ് കേട്ടോ. ഇതിനടുത്ത് പ്ലോട്ട് ദ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ വേഴ്സസ് ക്ലേഷ്യസ് അല്ലെങ്കിൽ സെൽഷ്യസ് ടെമ്പറേച്ചർ. അതായത് എന്താണ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിന്റെയും സെൽഷ്യസ് ടെമ്പറേച്ചറിന്റെ ഗ്രാഫാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് TC/100. അതായത് ടെമ്പറേച്ചർ സ്കെയിലിലെ റീഡിംഗ് ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലിലെ റീഡിംഗ് -32 ഡിവൈഡ് ബൈ 180 ഈക്വൽ ആയിരിക്കും. ഇതിൽ നിന്ന് ഫാരൻഹീറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. നമ്മൾ ഫാരൻഹീറ്റിനെ Y ആക്സിൽ വരച്ചിരിക്കുന്നു, സെൽഷ്യസിനെ X ആക്സിൽ വരച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നി. Y = mx + z. C എന്ന് പറയുന്നത് Y ഇന്റർസെക്ഷൻ ആണ്. ദാറ്റ് ഈസ് 32. ദിസ് ഈസ് സ്ലോപ്പ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത് 180/100 ആണ്. അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചോ. ഡിഗ്രി ഫാരൻഹീറ്റും അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ലുക്ക് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. Y ഇന്റർസെക്ഷൻ ഈസ് 32. അത് മാത്രം വരച്ചാൽ മതി, വേറൊന്നുമില്ല. അടുത്ത് യെസ്, പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഓഫ് ലോ ഡെൻസിറ്റി ഗ്യാസ് കെപ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എന്താണ്? പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ? ലോ ഡെൻസിറ്റി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് കോൺസ്റ്റന്റ് വോളിയം എന്ന് വെച്ചാൽ ഐസോകോറിക് പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് ലോ ഡെൻസിറ്റി ഗ്യാസിന്റെ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. നിയർലി എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. പ്രഷർ ടെമ്പറേച്ചർ സ്ട്രെയിറ്റ് ലൈൻ. അതായിരിക്കും നമുക്കറിയാം PV = nRT അല്ലേ? PV = nRT ആണ്. അപ്പൊ P ഈസ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ആ ലോജിക്കിൽ എടുത്താൽ മതി കേട്ടോ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ പഠിച്ചു വെച്ചോളൂ. അനോമലസ് ബിഹേവിയറിന് 2 ഗ്രാഫുണ്ട്. നമ്മൾ ഈ ഗ്രാഫ് മാത്രമേ പഠിക്കുന്നുള്ളൂ. NCERT 2 ഗ്രാഫുണ്ട്, 2 പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിലാണ് വോളിയം മിനിമം ആകുന്നത്. പിന്നീട് അങ്ങോട്ട് വോളിയം കൂടാൻ തുടങ്ങും.
അപ്പോൾ വോളിയം മിനിമം ആണെടുത്ത് ഡെൻസിറ്റിയുടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. 4 ഡിഗ്രിയിൽ ഡെൻസിറ്റി മാക്സിമം. ഇത് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ്, ഇത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ്. നേരെ ഉൾട്ട ഈ ഗ്രാഫിന് നേരെ തലയിരിച്ച് വെച്ച് എങ്ങനെ ഇരിക്കും? ലുക്ക് ലൈക്ക് ദിസ്. ഇത് തന്നെ വരും. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഹീറ്റും ടെമ്പറേച്ചർ നമ്മുടെ ഗ്രാഫാണ്. നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു ഐസ് ഇരിപ്പുണ്ട്. -30 ഡിഗ്രി ആയിക്കോട്ടെ. ഈ ഐസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാൻ നേരത്ത് അത് ഉരുകി നമുക്കറിയാം ഹീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടി 0 ഡിഗ്രി ആയി. 0 ഡിഗ്രി ആകുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് ആണ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഫേസ് ചേഞ്ചിന് വേണ്ടി എടുക്കുന്നു. ഇപ്പോഴും ഐസ് തന്നെയാണ്. അപ്പൊ കംപ്ലീറ്റ് ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഐസ് എന്നുള്ളത് വെള്ളമായി മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ പിന്നെയും കൂടി 100 ഡിഗ്രി ആയി. ഇപ്പോൾ വാട്ടറാണ് നമ്മുടെ ഇരിക്കുന്നത്. 100 ഡിഗ്രി എത്താൻ നേരത്തെ തിളക്കാൻ തുടങ്ങുന്നു. 100 ഡിഗ്രിയിൽ വെച്ച് നമ്മൾ പിന്നെ ഹീറ്റ് കൊടുത്താൽ ആ ഹീറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ ഫേസ് ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നു. ടെമ്പറേച്ചർ മാറത്തില്ല, ഫേസ് ചേഞ്ചിൽ ടെമ്പറേച്ചർ മാറത്തില്ല. അപ്പോൾ എന്താണ്? ലിക്വിഡ് എന്തായിട്ട് മാറുകയാണ്? വേപ്പറായിട്ട് മാറുകയാണ്. യെസ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ഇവിടെ എത്തിയപ്പോൾ 100 ഡിഗ്രിയിലുള്ള വെള്ളം മുഴുവനും ഗ്യാസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദെൻ നമ്മൾ പിന്നെയും ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസിന് ടെമ്പറേച്ചർ ഇങ്ങനെ ഹീറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഗ്യാസിന് ടെമ്പറേച്ചർ കൂടുകയാണ്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി വെച്ചോളാം. പണ്ടൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഗ്രാഫായിരുന്നു കേട്ടോ. NCERT മുഴുവൻ ഗ്രാഫ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പേടിക്കണം. അടുത്ത മക്കളെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന നേരത്ത് ടെമ്പറേച്ചർ എന്താണ്? കുറയും. ടൈം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അല്ലെ നമുക്കറിയാവുന്നല്ലേ? ഒരു ചായ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ചായയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ടൈം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ്. യെസ്, നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിരിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരു സൈൻസുകൾ cos θ y = നമുക്കറിയാവുന്നതാണ്. x = a cos ωt + y. കോസ് ഫംഗ്ഷൻ ആണ്. കോസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാഫ് ഒരു സൈനസോയിഡൽ ഗ്രാഫാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിനടുത്തത് വെലോസിറ്റി ഡയഗ്രാഫ് ആണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ഇക്വേഷൻ v = മക്കളെ എന്താണ്? v = -a sin ωt + y. മക്കളെ സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ മൈനസ് സൈൻ ആണെങ്കിൽ നേരെ ഉൾട്ട തിരിഞ്ഞു വരും. ഇതാണ് സൈൻ്റെ ഗ്രാഫ്. നേരെ ഉൾട്ട അതായിരിക്കും മൈനസ് സൈൻ്റെ ഗ്രാഫ്. അത്രേ ഉള്ളൂ. അടുത്തത് ആക്സിലറേഷൻ ഇക്വേഷൻ അറിയാം. നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് -cos ωt + y ആണ്. ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. ω² ഉണ്ട്. ഇവിടെ a അല്ല, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ സിംപിളി എന്ന് എഴുതിയേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ω ആണ്. ω. റെഡി? അപ്പൊ ഈ ഗ്രാഫ് എന്തായിരിക്കും? മൈനസ് കോസ് ആണ്. കോസിന്റെ ഗ്രാഫ് ആണ് നമുക്കറിയാം. കോസിന്റെ ഗ്രാഫ് ഇതാണ്. അപ്പൊ ഇതിന് നേരെ ഉൾട്ട തലതിരിഞ്ഞ് വരും. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാൻഡിങ് വേവ്. ലാസ്റ്റ് ചാപ്റ്റർ. ഇത് നമ്മുടെ ഓസിലേഷൻ ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആയ വേവ്സ് ആണ്. വേവ്സിലെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. സ്റ്റാൻഡിങ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് 0 ആകുന്ന പോയിന്റ് നമുക്ക് എന്താ വിളിക്കുന്നത്? നോഡെന്നും ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എന്ന പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? ആന്റി നോഡ് എന്നാണ് വിളിക്കുന്നത്. നോഡ് ആന്റി നോഡ്. ഇതാണ് സംഗതി. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോയതാണ്. ഡീറ്റെയിൽ ക്ലാസ്സുകൾക്ക് നമ്മുടെ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.